നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാണ്. പല രാഷ്ട്രീയ പ്രശ്നങ്ങളും ചർച്ചാ വിഷയമാവുകയാണ്. BJPക്ക് 3 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളില്ലാതായത് ദുരൂഹമായി തുടരുകയാണ്. പത്രിക തള്ളിച്ച് കോൺഗ്രസും BJPയും ഒത്തുകളിക്കുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി ഇന്നു പറഞ്ഞത്. നാമനിർദ്ദേശ പത്രിക തയ്യാറാക്കുന്നതിലെ പിശകു മാത്രമാണ് പിഴവിന് കാരണമെന്ന് പറയുന്നത് അവിശ്വസനീയമാണെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതുപോലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് PM സുരേഷ് ബാബുവാണ് ഇന്ന് പാർട്ടി വിട്ടത്. നേതൃത്വത്തിനുമേൽ ശക്തമായ വിമർശനവും അവിശ്വാസവുമാണ് അദ്ദേഹവും മറ്റുള്ളവരെ പോലെ ഉന്നയിച്ചത്. ഇതെല്ലാമാണ് ഇന്നത്തെ പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ. ഇന്നത്തെ ചർച്ചയ്ക്കായി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പ്രശ്നങ്ങളും. ചർച്ചയിലേക്ക് പോകും മുമ്പ് പ്രധാന വാർത്തകൾ നോക്കാം. കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ. കാണിച്ചത് വ്യാജ വിദ്യാഭ്യാസ യോഗ്യത. സയൻസ് ബിരുദം നേടിയെന്ന വിവരം തെറ്റ്. സുരേന്ദ്രൻ പരീക്ഷ പാസ്സായിട്ടില്ലെന്ന് സർവകലാശാല രേഖകൾ. പരീക്ഷാ ഭവൻ രേഖകൾ പുറത്തുവിട്ട് കൈരളി ന്യൂസ്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി തനിക്കെതിരെ നൽകിയ മൊഴിയെന്ന പേരിൽ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അസംബന്ധമാണെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. താൻ വിദേശത്ത് വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചുവെന്ന മൊഴി അടിസ്ഥാനരഹിതം. തെരഞ്ഞെടുപ്പ് കാലത്തെ കെട്ടുകഥകൾ രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണെന്നും സ്പീക്കർ. മുതിർന്ന നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിൽ തുടരുന്നു. ഇന്ന് കോൺഗ്രസ് വിട്ടത് മുതിർന്ന നേതാവ് PM സുരേഷ് ബാബു. നേതൃത്വത്തിന് ദിശാബോധം നഷ്ടപ്പെട്ടുവെന്ന് സുരേഷ് ബാബു. ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും സുരേഷ് ബാബു. ആലപ്പുഴ ജില്ലയെ ഇളക്കിമറിച്ച് മുഖ്യമന്ത്രിയുടെ പര്യടനം. BJP സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയത് UDF BJP ഒത്തുകളിയെന്ന് മുഖ്യമന്ത്രി. കേരളം ഭരണ തുടർച്ച സൃഷ്ടിച്ച് ചരിത്രം കുറിക്കുമെന്ന് സീതാറാം യെച്ചൂരി. തെരഞ്ഞെടുപ്പ് രംഗത്ത് നാണംകെട്ട് BJP. അമിത്ഷായുടെ തലശ്ശേരിയിലെ പൊതുയോഗം ഒഴിവാക്കേണ്ടി വന്നു. പ്രചാരണ പരിപാടിയിലെ തിരുത്ത്. BJP പത്രിക തള്ളിയതിനെ തുടർന്ന് തലശ്ശേരിയിലും ഗുരുവായൂരും ദേവികുളത്തും പരസ്യ പ്രചാരണവുമായി കോലീബി എന്ന ആക്ഷേപം. ഇന്ത്യക്കെതിരായ ആദ്യ ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 318 റൺസ് വിജയലക്ഷ്യം. ശിഖർ ധവാന് 2 റൺസ് അകലെ സെഞ്ചുറി നഷ്ടം. വിരാട് കോഹ്ലിക്ക് അർദ്ധ സെഞ്ചുറി. ഇനി ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ നോക്കാം. ശ്രീ PM സുരേഷ് ബാബു, മുൻ KPCC ജനറൽ സെക്രട്ടറി. റജി സഖറിയ, CPIM. അഡ്വക്കേറ്റ് PA സലിം, KPCC സെക്രട്ടറി. രാഘേന്ദു, BJP പ്രതിനിധീകരിച്ച് മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി. ആദ്യം ശ്രീ സുരേഷ് ബാബുവിലേക്ക്. ശ്രീ സുരേഷ് ബാബു, ഇപ്പോൾ കോൺഗ്രസ് വിട്ട് നേതാക്കൾ പുറത്തു വരിക എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്ന് BJPയിലേക്ക് പോവുക, അല്ലെന്നുണ്ടെങ്കിൽ നേതൃത്വത്തിൻ്റെയും പാർട്ടിയുടെയും നിലപാടുകളിലും നയങ്ങളിലും പ്രതിഷേധിച്ച് പാർട്ടി വിട്ട് സ്വതന്ത്രമായി നിൽക്കുക, ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കുന്ന തീരുമാനത്തിലേക്ക് പോവുക. ഇന്ന് ഏതായാലും താങ്കൾ ആ തീരുമാനത്തിലേക്ക് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കുക എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൊടുന്നനവേ എടുത്ത തീരുമാനമാണോ, അതോ കാലങ്ങളായി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് താങ്കൾക്ക് വ്യക്തിപരമായി പോകാൻ മതിയായ കാരണങ്ങളുണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്നുള്ള വ്യതിചലനം ഉണ്ടായി തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. അത് അനുഭവപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിനോട് പ്രതികരിച്ച് പുറത്തു പോവുക എന്ന് പറയുന്നത് ഒരു പക്വതയുള്ള വ്യക്തികൾക്ക് യോജിച്ചതല്ലല്ലോ. അതുകൊണ്ട് ഞാനൊക്കെ അതിനകത്ത് നിന്നുകൊണ്ട് ഒരുപടി പ്രയത്നങ്ങളും അധ്വാനങ്ങളും കോൺഗ്രസിനെ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തി നോക്കി. അത് വിജയിക്കുന്നില്ല എന്ന് ബോധ്യം വന്നപ്പോൾ പൂർണ്ണ പരാജയം സമ്മതിച്ച് കപ്പം വെച്ച് കീഴടങ്ങി കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോയതാണ്. പൊടുന്നനെയുള്ളതല്ല, എന്തെങ്കിലും ഒരു പ്രത്യേക വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഈ ഒരു രാഷ്ട്രീയമായ അപഭ്രംശത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തതിലുള്ള വിഷമം ഓർത്ത് ഞാൻ കോൺഗ്രസിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു എന്ന് വേണം അതിന് കരുതാൻ.
ശ്രീ സുരേഷ് ബാബു, ഇങ്ങനൊരു വലിയ പിഴവ് താങ്കളുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ താങ്കളുടെ മുൻ പാർട്ടിക്ക് സംഭവിക്കുന്നതിന് പിന്നിൽ കേരളത്തിൽ അതിന് ഇടയാക്കിയ ആളുകൾ ആരാണ്, ഉത്തരവാദികൾ ആരാണ്, ആരെയാണ് താങ്കൾ അതിൽ കൂടുതലായി വിമർശിക്കുക, ആരുടെ ഉത്തരവാദിത്വത്തെയാണ് എടുത്തു പറയുക? കോൺഗ്രസ്സിലെ അപച്യുതിക്ക് കാരണക്കാരായിട്ടുള്ള ആളുകളുടെ വ്യക്തിഗതമായ പരാമർശത്തിലേക്ക് മുതിരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായും നേതൃത്വത്തിൻ്റെ പരാജയം എന്ന് പറയുമ്പോൾ അത് ഗ്രൂപ്പുകൾ ആ പാർട്ടിയെ കൈയടക്കിയതാണോ പ്രശ്നം, അതോ KPCC നയിക്കുന്നതിൽ KPCC പ്രസിഡന്റിന് സംഭവിച്ച പരാജയമാണോ, പിഴവുകളാണോ, വിമർശനങ്ങളാണോ എന്നത് പരിശോധിക്കേണ്ടതല്ലേ? അല്ല, പരിശോധന ഞാൻ സ്വന്തമായി ആത്മഗതമായി പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ പരിശോധനയിൽ എനിക്ക് ആളുകളെ കണ്ടെത്താനൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് പരിഹരിക്കാൻ അല്ലെങ്കിൽ അതിനൊരു പരിഹാരമുണ്ടാക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊരു ബോധ്യം എനിക്ക് വന്നപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് മാറി നിന്നത്. ഞാൻ ആരെയും അതിനകത്ത് പേരെടുത്ത് പറയാനോ പേരെടുത്ത് ഉത്തരവാദിത്വം അവരുടെ തലയിൽ കെട്ടിവെക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് കേരളീയ പൊതുസമൂഹത്തിന് വളരെ വ്യക്തമാണ് ആരൊക്കെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അപച്യുതിക്ക് കാരണക്കാരെന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. റൈറ്റ്. ഒരു സീനിയർ കോൺഗ്രസ് ലീഡർ എന്ന നിലയിൽ താങ്കളുടെ വ്യക്തിപരമായ അനുഭവം ഈ കഴിഞ്ഞ കാലയളവിൽ എങ്ങനെയായിരുന്നു? താങ്കളെ അത് വിഷമിപ്പിച്ചിട്ടുണ്ടോ? പാർട്ടിയുടെ ഒരു മുഖ്യധാരയിൽ താങ്കളെ പരിഗണിച്ചും താങ്കളുടെ കോൺട്രിബ്യൂഷൻസിനെയും അനുഭവ സമ്പത്തിനെയും ഉപയോഗപ്പെടുത്താനുള്ളൊരു താല്പര്യം പാർട്ടി ലീഡർഷിപ്പ് കാട്ടിയിട്ടുണ്ടോ? ഈ കഴിഞ്ഞ കാലങ്ങളിലെ താങ്കളുടെ ഒരു അനുഭവം എന്താണ്? അല്ല, കോൺഗ്രസ്സിന് ആവശ്യമുള്ള നേതാക്കന്മാർ കാലാകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്നെ അവർക്ക് ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് എന്നെ മാറ്റിവെച്ച് വേറെ ആളുകളെ കൊണ്ടുവന്നു. അവർ എത്രത്തോളം ജനസമ്മതരാണ്, ജനകീയരാണ് എന്നുള്ള കാര്യം വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്. അതായത് ഇപ്പോൾ KPCC ഭാരവാഹികൾ വലിയ നീണ്ട പട്ടികയൊക്കെ കൊണ്ടുവന്നു. ദീർഘകാലം പല തലങ്ങളിൽ പ്രവർത്തിച്ചയാളാണ്. ആ നിലയിൽ പുനഃസംഘടനകളൊക്കെ ഉണ്ടാകുമ്പോൾ താങ്കളെപ്പോലെയുള്ളവർ താങ്കളുടെ ഒക്കെ എക്സ്പീരിയൻസിനെ ഒരു തരത്തിലും വിലമതിച്ചില്ലേ പാർട്ടി? അല്ല, എന്നിൽ കേന്ദ്രീകൃതമായ ഒരു ചർച്ച വേണ്ട എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനെന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ചെറിയ അംശമാണ്. അതുകൊണ്ട് എന്നിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതല്ല. എന്നേക്കാൾ കൂടുതൽ കഴിവുള്ളവരാണ് ഇപ്പോൾ പാർട്ടിയെ നയിക്കുന്നത്. അതാണ് എല്ലാ കാര്യങ്ങളിലും നമ്മൾ കാണുന്നത്. ഞാൻ നൽകിയ സേവനത്തെക്കാൾ കൂടുതൽ സേവനം ഈ പാർട്ടിക്ക് നൽകാൻ കഴിയുന്ന ആളുകൾ പാർട്ടിക്ക് വേണ്ടി ഉണ്ട് എന്ന് മനസ്സിലാക്കി എന്നെ മാറ്റി, എന്നെപ്പോലെ വേറെയും ചിലരെ മാറ്റി, എന്നിട്ട് പുതിയ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ സേവനം നടത്തുന്നതിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്താൻ പാർട്ടിക്ക് കഴിയണം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അത് സംഭവിക്കേണ്ടതാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം പറയാം. എന്താണ്? എന്നെപ്പോലെ തന്നെ മാറ്റി നിർത്തപ്പെട്ട ഒരാളാണ് ശ്രീമാൻ KP കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹം പഴയ ഉദുമ MLA ആയിരുന്നു. മനസ്സിലായി. KPCCയുടെ ജനറൽ സെക്രട്ടറി ആയി ഞങ്ങൾ ചുമതല കളിക്കുന്നത്. ഞാൻ എറണാകുളം ജില്ലയുടെ ചുമതലയും അദ്ദേഹം മലപ്പുറം ജില്ലയുടെ ചുമതലയും വഹിച്ചിട്ടുള്ള ആളാണ്. 14 MLA-മാരുള്ള അസംബ്ലിയുള്ളതും 16 അസംബ്ലിയുള്ളതുമായ 2 ജില്ലകൾ ചുമതല വഹിച്ച KPCCയുടെ അന്നത്തെ ഭാരവാഹികളായിട്ടുള്ള ആളാണ്. ഞങ്ങൾ രണ്ടുപേരും മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള ആളുകളാണ്. പക്ഷേ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിലെ 6 കോർപ്പറേഷനുകളിലേക്ക് ഈ 2 പേരെ ചുമതലപ്പെടുത്തി. എന്നെയും ശ്രീ കുഞ്ഞിക്കണ്ണനെയും ചുമതലപ്പെടുത്തിയത് കണ്ണൂരാണ്. മറ്റ് ജില്ലകളിലേക്കുള്ള മറ്റ് കോർപ്പറേഷനിലേക്കൊക്കെ വേറെ ആളെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കഴിവില്ലാത്തതിൻ്റെ പേരിൽ എന്നുള്ളതിൻ്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട് പുതിയ ആളുകളെ കൊണ്ടുവന്ന് KPCC പുനഃസംഘടിപ്പിച്ചിട്ട് ഈ കഴിവില്ലാത്തവർക്ക് ചുമതല കൊടുത്ത കണ്ണൂർ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത്. ആ പറഞ്ഞ അനുഭവത്തിലെല്ലാം അടങ്ങിയിട്ടുമുണ്ട്. താങ്കൾ വളരെ വ്യക്തമായൊരു
സൂചനയാണ് അക്കാര്യത്തിൽ നൽകിയത്. താങ്കളിലേക്ക് വ്യക്തിഗതമായി ചർച്ച ചുരുക്കാൻ വേണ്ടി ചോദിച്ചല്ല, പക്ഷേ ഒരു സംഘടനാ പ്രവർത്തനത്തിൽ വ്യക്തി എന്നതും പ്രധാനമാണ്. ആ ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ എത്രമാത്രം മനോവിഷമം ഒരു പാർട്ടിയുടെ പരിഗണനാ പരിസരങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോഴുണ്ടാകും എന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇപ്പോൾ ആളുകൾ പോകുമ്പോൾ അവർക്ക് പുല്ലുവിലയാണ്, അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന പതിവ് പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, വലുതായാലും ചെറുതായാലും നേതാക്കൾ. അതുതന്നെയാവും താങ്കളുടെ കാര്യത്തിലും ഈ നേതാക്കൾ പറയാൻ പോകുന്നത്. ഇതുകൊണ്ടൊക്കെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒരു പരിശോധനയ്ക്കും സംഘടനാപരമായ പരിവർത്തനത്തിനും വിധേയമാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? നിലവിലെ ശൈലിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു വിശ്വാസവും. മാത്രമല്ല, ഞാൻ പോകാനാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ എനിക്കൊരു യാത്രയപ്പ് സൽക്കാരം വരെ നൽകിയേക്കാം. പക്ഷേ ആ മാന്യമായ ഒരു വിരമിക്കൽ അല്ലെങ്കിൽ വിട പറയൽ പോലും പക്ഷേ നേതാക്കൾക്ക് നൽകുന്നില്ലല്ലോ. ആ നിലയിൽ ഇപ്പോൾ റോസക്കുട്ടി ടീച്ചർ പോയപ്പോൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് അതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ പ്രതികരിച്ചത്. സ്വാഭാവികമായി അദ്ദേഹത്തിന് അത് പറയേണ്ടി വരുമായിരിക്കും. പക്ഷേ എങ്കിലും ഈ മനോഭാവമാണ് വളർത്തിവിടുന്നത്. ഇപ്പോൾ ചർച്ചകളിലേക്ക് വന്ന കോൺഗ്രസ് നേതാക്കൾ പറയും, ഈ കാലയളവിൽ വാങ്ങിച്ചെടുക്കാവുന്നതെല്ലാം വാങ്ങിച്ചെടുത്തു, കൊടുക്കാവുന്നതെല്ലാം കൊടുത്തു, MLA ആയില്ലേ, അതിനുശേഷം മറ്റു പദവികളിലേക്ക് വന്നില്ലേ, എന്നിട്ടും എല്ലാം വീണ്ടും വീണ്ടും തങ്ങൾക്ക് തന്നെ വേണം എന്ന നിലയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തു മര്യാദയാണ്? ഇത്തവണ തന്നെ നോക്കൂ, ഏറ്റവും അധികം ചെറുപ്പക്കാരെ മത്സരിപ്പിക്കുന്ന ഒരു പട്ടിക തയ്യാറാക്കിയില്ലേ എന്ന നിലയിൽ ഒരു വിശദീകരണം നൽകി പോകുന്നവരെ അപ്രസക്തരാക്കുക എന്ന ഒരു ലൈനാണ് രാഷ്ട്രീയമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലേ ഒരു പാർട്ടി ചെയ്യേണ്ടത്? അങ്ങനെയല്ലേ? അതെ അതെ. ഇപ്പം ഞാൻ കോൺഗ്രസ് വിടുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മഹാനായിരുന്നു, ഞാൻ വിടരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യല്ലേ ചെയ്യുക. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്ന് സ്ഥാപിച്ചെടുക്കലിലൂടെയാണ് അത് ആ പാർട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയുക. പക്ഷേ അവരെന്ത് ശ്രമിക്കുന്നോ അത് ആരിലാണോ ചെന്ന് പതിക്കേണ്ടത്, അവർ അതിനെ എങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ത്രാണി പാർട്ടി ലീഡർഷിപ്പിന് കാണിച്ചാൽ മതിയായിരുന്നു. ശ്രീ സലിം, ശ്രീ സുരേഷ് ബാബുവിന് രാഷ്ട്രീയമായ മാന്യമായ ഒരു വിടവാങ്ങൽ താങ്കൾ ഈ ചർച്ചയിലെങ്കിലും നൽകുമോ? കാരണം നേതാക്കൾ പോകുമ്പോൾ സ്വാഭാവികമാണ് അവരെ ആദരിച്ചാൽ അല്ലെങ്കിൽ അംഗീകരിച്ചാൽ തീർന്നല്ലോ കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞതുപോലെ. പക്ഷേ ഇങ്ങനെ ആളുകൾ വിട്ടുപോകുന്നത്, വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇതുപോലൊരു വളരെ നിർണായകമായ പ്രതിസന്ധികൾ ആ പാർട്ടി നേരിടുന്ന ഘട്ടത്തിൽ ആ പാർട്ടിയുടെ നേതൃത്വത്തെയും അതിൻ്റെ വിശ്വാസ്യതയിലും വലിയ സംശയം ജനിപ്പിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോകുമ്പോൾ ആ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകുന്നുണ്ടോ എന്നത് പ്രധാനമല്ലേ? അല്ല, ശരത്ത് ആദ്യം പറഞ്ഞത് ഈ പോകുന്ന ആളുകളെ അവർ ഒരു വലിയ പ്രതിച്ഛായുള്ള ആളുകളല്ല, അതല്ലെങ്കിൽ അവരെ ഇകഴ്ത്തുന്ന രീതിയിൽ ഒരു നിലപാട് പാർട്ടി സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. ഇത് സുരേഷ് ബാബു ആണെങ്കിലും റോസക്കുട്ടി ടീച്ചർ ആണെങ്കിലും ഈ കോൺഗ്രസ് വിട്ടുപോകുന്ന ആളുകൾ അവർ എടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ ചർച്ച ചെയ്യപ്പെടുന്നത്. PM സുരേഷ് ബാബു കോൺഗ്രസ് വിടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പാർട്ടി വിടും? KC റോസക്കുട്ടി ടീച്ചർ ഈ പാർട്ടി വിട്ടെങ്കിൽ അവർ എന്തുകൊണ്ട് ഈ പാർട്ടി വിട്ടു? ഇത് ഈ നിങ്ങൾ മാധ്യമങ്ങള് വിലയിരുത്തേണ്ട ഒരു കാര്യം. ഈ അവർ ഇത്രയും ജീവിതകാലം മുഴുവൻ നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിന്ന് ഏതെങ്കിലും കാരണങ്ങളുടെ പേരിൽ അവർ ഈ പാർട്ടിയെ വിട്ടു പോകാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഈ പാർട്ടിയുടെ നയസമീപനങ്ങളുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് പോകുന്നതെന്ന് അവർ ഇപ്പോൾ പറയുന്നില്ല. ഈ പാർട്ടിയുടെ ആദർശപരമായ അപജയം കൊണ്ടാണ് അവർ ഈ സംഘടന വിട്ടുപോകുന്നതെന്ന് PM സുരേഷ് ബാബു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ പറയുന്നില്ല. മറിച്ച് അവരെല്ലാവരും പറയും, ഞാനിപ്പം സുരേഷ് ബാബു പറഞ്ഞ മുഴുവൻ കേട്ടില്ല, അവരെല്ലാവരും പറയുന്നത് ഇപ്പൊ ശരത്തിനെ ചോദിച്ചത് ഒരു വളരെ ഒരു ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കമന്റ് ആണ്. ഇപ്പോഴെങ്കിലും സുരേഷ് ബാബുവിന് മാന്യമായ ഒരു വിടവാങ്ങൽ നൽകുമോ എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, PM സുരേഷ് ബാബുവിനോട് കോൺഗ്രസ് വിട്ടുപോകണം എന്ന് കേരളത്തിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പറഞ്ഞിട്ടുണ്ട്? PM സുരേഷ് ബാബു ഈ പാർട്ടി വിട്ടുപോകുന്നതിന് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അത് കൺവിൻസിങ് ആണെന്ന് ശരത് ഉൾപ്പെടെയുള്ള
ഏതെങ്കിലും മാധ്യമ പ്രവർത്തനോ അല്ലെങ്കിൽ ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയുടെ നയസമീപനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വ്യതിയാനമുള്ളായതുകൊണ്ട് ഇത്രയും കാലം ഞാൻ ഈ പാർട്ടിയിൽ നിന്നത് ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഈ പാർട്ടിയിൽ നിന്നത് ഈ ഒരു വിശ്വാസം കൊണ്ടാണെന്നും എന്റെ വിശ്വാസത്തിന് മങ്ങലേറ്റു എന്ന് പറഞ്ഞാണ് ഇവരാരും പോയിട്ടില്ല. ഇവർക്കൊക്കെ വ്യക്തിപരമായ സെന്റിമെന്റ്സ് ആണ് പറയുന്നത്. അത് ഞാൻ ചോദിക്കട്ടെ, ഒരു പാർട്ടി, കോൺഗ്രസ് പോലെയുള്ള ഒരു വലിയ പാർട്ടി, ഒരുപാട് നേതാക്കന്മാരുള്ള പാർട്ടി, ഇപ്പൊ സുരേഷ് ബാബുവിന്റെയും കുഞ്ഞിക്കണ്ടയെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, സുരേഷ് ബാബുവിനെ പോലെ എനിക്ക് എത്രയോ ആത്മബന്ധമുള്ള വ്യക്തിബന്ധമുള്ള നേതാവാണ്. സുരേഷ് ബാബുവിനെ പോലെ നേതാവ് പറഞ്ഞത്, ഞാനും കുഞ്ഞിക്കണ്ണും ചുമതല വഹിച്ച കണ്ണൂർ കോർപ്പറേഷനിൽ ജയിച്ചു, മറ്റു സ്ഥലങ്ങളിൽ ജയിച്ചു. ഇതൊക്കെ ഞാൻ ഒരിക്കലും PM സുരേഷ് ബാബുവിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം അതാണ് പ്രശ്നം. ഞാൻ എല്ലാവരിലേക്കും ഒന്ന് പോകേണ്ടത് കൊണ്ടാണ് ഞാൻ വരാം. താങ്കളുടെ വിശദീകരണം മനസ്സിലായി. പക്ഷെ ഒരു കാര്യം മനസ്സിലായത്, ഇവരൊക്കെ ഉന്നയിക്കുന്ന വിമർശനങ്ങളും കാരണങ്ങളും എന്താണെന്ന് താങ്കൾക്കാണ് മനസ്സിലാകാത്തതെന്നാണ് എനിക്ക് കേട്ടിട്ട് തോന്നിയത്. റോസക്കുട്ടി ടീച്ചർ പറഞ്ഞത് വർഗീയത അടക്കമുള്ള പ്രശ്നങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്ന സമീപനം ശരിയല്ല എന്നാണ് പറഞ്ഞത്. ലതിക സുഭാഷ് പറഞ്ഞത് സ്ത്രീകളോടുള്ള സമീപനം, അതൊരു നയപരമായ പ്രശ്നമാണ്, നിലപാടിൻ്റെ പ്രശ്നമാണ്. അല്ലാതെ അവർ പറഞ്ഞത് ലതിക സുഭാഷിന് സീറ്റ് കിട്ടിയില്ല എന്നുള്ളതല്ല. അവരങ്ങനെ പാർട്ടി പറഞ്ഞപ്പോൾ ഒരു കാലത്തും ജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന സീറ്റിലൊക്കെ അവർ പോയി മത്സരിച്ചിട്ടുണ്ട്. അതൊരു പാർട്ടി ത്യാഗമാണ്. പക്ഷെ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയ്ക്ക് മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയ്ക്ക് സീറ്റില്ല എന്നുള്ളത് പൊറുക്കാനാവാത്ത പാതകമാണ്. പാർട്ടി എന്ന് പറഞ്ഞ ഒരു നിലപാടിന്റെ പ്രശ്നമാണ്. ശ്രീ സുരേഷ് ബാബു, താങ്കളുടെ മറുപടി, താങ്കളുടെ പഴയ സഹപ്രവർത്തകൻ ഈ ഇന്നത്തേതോടുകൂടി അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥയാണല്ലോ. താങ്കളൊക്കെ വ്യക്തിപരമായ സെന്റിമെന്റ്സിൽ നിന്ന് മാത്രം കാര്യങ്ങളെ കാണുകയാണ്. ഒരു രാഷ്ട്രീയവും നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിലില്ല, അതുകൊണ്ട് ആ പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. ശ്രീ സലീം പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. സലീം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ തിരക്കിലാണ്, സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് തിരക്കിലായതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞതാണ്, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഇല്ലാതായിട്ട് 2 വർഷമായി. കോൺഗ്രസ്സിനൊരു ഹെഡില്ല. അത് ഒരു തെരഞ്ഞെടുപ്പിൽ അത് ഒരു പാർട്ടിക്ക് ഭൂഷണമല്ല. അതിനുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ്സിന് ഓറിയൻറ്റേഷൻ ഇല്ല. രണ്ടാമത്തത്, 10-20 കോൺഗ്രസ് നേതാക്കന്മാർ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് കോൺഗ്രസ്സിനെ തിരിച്ചു കൊണ്ടുവരണം. അത് പറഞ്ഞ ആളുകളെ ഫേസ് ആയിട്ട് ഓരോരുത്തരെയും അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അകറ്റുന്ന സമീപനമാണ് കോൺഗ്രസ് എടുക്കുന്നത്. കോൺഗ്രസിൻ്റെ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത് ഓരോന്നായിട്ട് എന്നോട് ചോദിച്ച പല പത്രക്കാരോട് ഞാൻ പറഞ്ഞു, വ്യക്തിഗതമായി ഇതിനെ കാണേണ്ടുന്നൊരു കാര്യമില്ല. ഞാൻ ശരത്തിനോടും പറഞ്ഞത് അതാണ്, വ്യക്തിഗതമായി ഈ പോക്കിനെ കുറിച്ച് നിങ്ങൾ കാണരുത്. PA സലീമും ഞാനും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഞങ്ങൾ രണ്ടുപേരും ഈ പാർട്ടിയുടെ അപജയത്തെക്കുറിച്ച് ഷെയർ ചെയ്തത് അത് ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വകാര്യതയായി സൂക്ഷിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു. നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വ്യക്തികൾക്ക് തന്നെയാണ്. മനസ്സിലായി. ശരത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയും ആശയവും ആദർശവും ഒക്കെ ഉണ്ടാകുമ്പോഴും വ്യക്തികൾ എല്ലാത്തിനും ഓരോ പ്രാധാന്യമുള്ള ആളുകളാണ്. അതുകൊണ്ട് വ്യക്തികൾക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണല്ലോ ഇന്നലെ വരെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ സ്തുത്യർഹമായ പ്രവർത്തനം കാഴ്ചവെച്ച ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് മേലെ ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ വരുന്ന കൂടുതൽ മഹത്വമുള്ള വ്യക്തിയെ കൊണ്ടുവന്ന് വെച്ച് കേരളത്തിലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ വ്യക്തികളാരും ഇതിനകത്ത് പ്രാധാന്യമില്ലാത്തവരാണ് എന്ന് സലീം പറയാൻ പാടില്ല. സലീം പറയുകയുമില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സലീമും ഞാനും ഒക്കെ ഒരുപാട് ദുഃഖങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ വ്യക്തി പ്രധാനവുമാണ് എന്നതുകൂടി ഓർക്കാതിരിക്കാനും തരമില്ല. ശ്രീ റജി സക്കറിയ, ഈ 2 നേതാക്കളും കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് റജി സക്കറിയയ്ക്ക് പറയാൻ കഴിയുന്നത് എന്താണ്? പല നേതാക്കളും വരുന്നു, കൂടോടെ നേതാക്കൾ BJPയിലേക്ക് പോകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിച്ചതെങ്കിലും നല്ല അനുഭവ സമ്പത്തുള്ള നേതാക്കൾ പലരും
ആ പാത സ്വീകരിക്കാതെ മാറി നിൽക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കാമെന്ന സവിശേഷമായ ഒരു തീരുമാനത്തിലേക്ക് അവർ പോകുന്നു. ചാക്കോ, ഇപ്പോൾ സുരേഷ് ബാബു, അതുപോലെ റോസക്കുട്ടി ടീച്ചർ, ലതിക സുഭാഷ് സ്വതന്ത്രയായി തന്നെ നിൽക്കുന്നു. കോൺഗ്രസ് വിമത എന്ന പരിവേഷം വിട്ട് അവർ രാഷ്ട്രീയ നിലപാടിലേക്ക് ഇപ്പോൾ പോയിട്ടില്ല. റജി സക്കറിയ, ഈ കോൺഗ്രസിൻ്റെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രയാസകരമായ അവസ്ഥ, അതിൽ നമ്മളാരും ആഹ്ലാദിക്കുന്നില്ല. ഈ അവസ്ഥയെ മുതലെടുക്കാൻ BJP ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ മതേതര പ്രസ്ഥാനങ്ങളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും അവരുടെ ആശയവും ആദർശവും കരുത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് അതിന് തയ്യാറല്ല. ഞങ്ങൾ ചില പിടിവാശിയിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുന്നുവെന്ന് ഒരു വശത്തും, മറുവശത്ത് ഈ BJP അടക്കമുള്ള വർഗീയ പ്രസ്ഥാനങ്ങളോട് എല്ലാ തരത്തിലും സന്ധി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഒരുപിടി ആദർശവാന്മാരായ നേതാക്കന്മാർ അവർ ഇടതുപക്ഷത്തേക്ക് വന്നതുകൊണ്ട് ആദർശവാന്മാരെന്ന് ഭംഗ്യന്തരണ പറയുന്നതല്ല. തീർച്ചയായും കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ അവരുടെ പ്രവർത്തനങ്ങൾ, അത് ശ്രീ PC ചാക്കോ ആണെങ്കിലും ശ്രീ സുരേഷ് ബാബു ആണെങ്കിലും റോസക്കുട്ടി ടീച്ചറാണെങ്കിലും ഒക്കെ അവർ ഉയർത്തുന്ന ചില നിലപാടുകളുണ്ട്. ഇവിടെ ശ്രീ സലീം പറഞ്ഞതുപോലെയല്ല അതിനെ നമ്മൾ കാണേണ്ടത്. അവർ വളരെ വ്യക്തമായി ചില നിലപാടുകൾ പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് വിട്ടുപോകുന്നത്. PC ചാക്കോയ്ക്ക് സീറ്റ് വേണമെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം കോൺഗ്രസിനോട് വിട പറഞ്ഞത്. സുരേഷ് ബാബു എത്രയോ കാലമായി നമ്മൾ അദ്ദേഹത്തെ കാണുന്നു, കേരളീയ പൊതുസമൂഹം മാനിക്കുന്നു. ആ വ്യക്തി നാളിതുവരെ ഏതെങ്കിലും പാർലമെന്ററി സ്ഥാനത്തിന് വേണ്ടി കടിപിടി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് കേരളത്തിൽ ഒരാളും പറയില്ല. ഇപ്പോൾ ഇടതുപക്ഷത്തോട് വന്നുകൊണ്ട് നമ്മൾ പറയുന്നില്ലെന്നല്ല, ഞങ്ങൾ പറയുന്നില്ലെന്നല്ല, കോൺഗ്രസ്സുകാർ പോലും പറയില്ല അദ്ദേഹത്തെ പറ്റി. അപ്പോൾ ശ്രീമതി ലതികയുടെ കാര്യം തന്നെ എടുക്കാം. ഞാനൊക്കെ 2000-ൽ ലതികയോടൊപ്പം ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നതാണ്. അന്നൊക്കെ അവരുടെ യുവത്വത്തിൻ്റെ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിന് വേണ്ടി എത്ര ആത്മാർത്ഥതയോടുകൂടി ഇടപെട്ട ഒരു വ്യക്തിത്വമാണ്. അവരെ ഒരു സമൂഹത്തെ, മഹിളയെന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ പ്രതിനിധീകരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി. ആ വിഭാഗത്തിന് അവിടെ കാട്ടിയ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് അവർ ഇപ്പോൾ സ്വതന്ത്രയായി മത്സരിക്കുന്നത്. ആ തരത്തിൽ ആദർശത്തിൻ്റെയും വ്യക്തമായ നിലപാടുകളുടെയും ഭാഗമായി ഒരുപിടി നേതാക്കന്മാർ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം വരികയോ സ്വതന്ത്ര നിലപാടോ സ്വീകരിക്കുമ്പോൾ കേവലം അധികാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന, യാതൊരു ആശയമോ ആദർശനിഷ്ഠയോ ഇല്ലാത്ത ഒരുപിടി ആളുകൾ അവസരവാദ നിലപാടെടുത്ത് BJPയിലേക്ക് അതിവേഗം പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് കോൺഗ്രസ് വലിയ ഒരു ആപൽ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തടഞ്ഞു നിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ ശ്രീ സുരേഷ് ബാബു സൂചിപ്പിച്ചതുപോലെ 2 വർഷമായിട്ട് കോൺഗ്രസിന് പ്രസിഡന്റ് ഇല്ല. അതുപോലെ തന്നെ കോൺഗ്രസിൽ ഒരു വിഭാഗം പ്രത്യേക ഗ്രൂപ്പായി മാറിയിരിക്കുന്നു. ശ്രീ PC ചാക്കോ തന്നെ പറഞ്ഞത് എന്താണ്? അദ്ദേഹം വിട പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് 2 ഗ്രൂപ്പുകളുടെ കോൺഫെഡറേഷനാണ്, അതല്ലാതെ ഒരു പാർട്ടി എന്ന രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. അവർക്കൊരു സംഘടനാ സംവിധാനം ഇപ്പോൾ കേരളത്തിലില്ല. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ഇല്ലെന്നല്ലേ ഗുലാം നബി ആസാദിനെ പോലെയുള്ള ഒരു വിഭാഗം മറുചേരിയിൽ നിന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ വർഗീയ ഫാസിസ്റ്റ് നയസമീപനങ്ങളെ ശക്തമായി എതിർക്കേണ്ട വർത്തമാനകാലത്ത് ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് നിലപാടുകളില്ലാതെ നിലാവത്ത് വല്ലാതെ അസ്വസ്ഥരായി നിൽക്കുന്ന ആശങ്കാജനകമായ അന്തരീക്ഷം ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ സംഭവിക്കുന്നു. അതിന് കോൺഗ്രസ് നേതൃത്വം ബോധപൂർവം കൂട്ടുനിൽക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന ഓരോ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ശ്രീ ലതിക സുഭാഷ് തന്നെ പോകുമ്പോൾ ഒരു സ്ത്രീ അവർ തലമുണ്ടനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി ചർച്ച ചെയ്തതാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ തകർക്കുന്ന ഒരു വേളയിലാണ് അവരത് ചെയ്തത്. അവരെ അപമാനിക്കുകയാണ് KPCC പ്രസിഡന്റ് അടക്കം ചെയ്യുന്നത്. അതല്ലാതെ ഒരു സഹാനുഭൂതിയുടെ നിലപാടൊന്നും എടുക്കേണ്ട. അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കണം. അതുപോലും ചെയ്യാതെ കോൺഗ്രസ് വിട്ടുപോകുന്നവരാകെ മോശക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പലരും അധികാരത്തിന് വേണ്ടി കടിപിടി കൂട്ടിക്കൊണ്ടിരിക്കുന്ന സ്വന്തം പാർശ്വവർത്തികളെ ഓരോ സ്ഥാനത്ത് കയറ്റുവാൻ വേണ്ടി ഗ്രൂപ്പ് വെച്ച് വില പറയുന്ന ഒരു രാഷ്ട്രീയമാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്. ശരി, എനിക്ക് ഇനി ഈ ചർച്ചയിൽ BJP പ്രതിനിധിയായി പങ്കെടുക്കുന്ന മഹിളാ മോർച്ചയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി രാഗേന്ദുവിനോടാണ് ചോദിക്കാനുള്ളത്. രാഗേന്ദു, ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ഒരു പൊതു സാഹചര്യം എടുത്താൽ അധികാരം കിട്ടിയ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് സർക്കാരുകളെ നിങ്ങൾക്ക് മറിച്ചിടാനായി. നിങ്ങൾക്ക് നാമമാത്രമായ അംഗങ്ങൾ മാത്രമുണ്ടായിട്ടും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി കോൺഗ്രസ് വന്നിട്ടും
അല്ലെങ്കിൽ കോൺഗ്രസ് ശക്തമായ അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങളും ഒക്കെ നിങ്ങൾ വളരെ സമർത്ഥമായി മറിച്ചിട്ടു. ഒരു കാലത്തും രാഹുൽ ഗാന്ധിയൊന്നും വിട്ടുപോകില്ല, കോൺഗ്രസിനെ ഭാവിയിൽ നയിക്കാൻ പോകുന്നു എന്ന് നമ്മളൊക്കെ കരുതിയ രാഹുൽ ബ്രിഗേഡിൽപ്പെട്ട ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലും നിങ്ങൾ വളരെ പുഷ്പം പോലെ പൊക്കിയെടുത്ത് നിങ്ങളുടെ കൂടെ കൊണ്ടുപോകുന്നു. ആ സർക്കാരിനെ സ്വന്തം സർക്കാരാക്കി മാറ്റുന്നു. ഇത് വളരെ കൃത്യമായി കണ്ടതാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ ആ ട്രെൻഡ് വരുന്നു എന്ന് തോന്നിപ്പിച്ചു. KPCC സെക്രട്ടറിമാരും അല്ലാതെ പല ആളുകളും വന്നു തുടങ്ങി. പക്ഷേ വന്നവർക്കൊക്കെ സീറ്റുണ്ട്, അതുകൊണ്ട് തന്നെ സീറ്റിലേക്ക് കൂടുതൽ കോൺഗ്രസ് വരും എന്നൊരു ഇംപ്രഷൻ നിങ്ങൾ കൊടുത്തു. അങ്ങനെ കാത്തിരുന്നു, ഇതെല്ലാം കണ്ടു. പക്ഷെ കേരളത്തിൽ കണ്ട ഒരു പ്രത്യേകത, സീനിയർ ലീഡേഴ്സ് കോൺഗ്രസ് വിടുമ്പോഴും അവർ നിങ്ങൾക്കൊപ്പം വരാതിരിക്കുകയും വ്യത്യസ്തമായി മാറി നിൽക്കുകയും ചെയ്യുന്നു. ഈ സീറ്റ് മോഹികളും അധികാരമോഹികളുമായ ഒരു പറ്റം ആളുകളെ മാത്രമാണോ അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചാടിച്ചെടുക്കാനായത്? അതിന് മറുപടി ഇപ്പോൾ നിങ്ങളുടെ, അതായത് കോൺഗ്രസ് വിട്ട് ഇപ്പോൾ CPM-ലേക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് എത്തിയ PM സുരേഷ് ബാബു, അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് 2 വർഷമായി അധ്യക്ഷൻ ഇല്ല, അതോടൊപ്പം തന്നെ അവരുടെ ആശയം അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി ഈ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ, താങ്കൾ ഇന്ന് ആ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്നും വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്കാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതായത് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും ഒരു തരിയായി മാത്രം ഇരിക്കുന്ന ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയം അത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇവിടുത്തെ തലമുതിർന്ന സഖാക്കൾ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇന്ന് ആ ആശയങ്ങളെല്ലാം ഇവർ ഇപ്പോൾ പറയുന്ന രീതിയിലുള്ള തൊഴിലാളി പ്രസ്ഥാനമാകട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങൾ സാധാരണപ്പെട്ട വ്യക്തികളോടാണ്, കൃത്യമായി സാധാരണപ്പെട്ട വ്യക്തികളോടാണ്, തൊഴിലാളി പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആശയം ഉന്നയിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ല ഇന്ന് കേരളത്തിലുള്ളത്. ഇന്ന് മുതലാളിമാരോടൊപ്പം കൂടെ ചേർന്നുകൊണ്ട്, ഇല്ലെങ്കിൽ മുതലാളിത്ത പ്രസ്ഥാനമായി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് താങ്കൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്നും താങ്കൾക്ക് BJP-യിലേക്ക് മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത കാലഘട്ടത്തിൽ താങ്കൾക്ക് അതിന് ഇനി സമയം കൂടുതലായിട്ട് എടുക്കേണ്ടി വരില്ല എന്ന് എനിക്ക് ഇപ്പോൾ ഉറപ്പ് പറയാൻ സാധിക്കും. അതോടൊപ്പം ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ തകർച്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഇന്ന് വന്നിരുന്ന് ഇവിടെ കൃത്യമായി പ്രസംഗിച്ചത് എന്താണ്? ഇവിടെ തൊഴിൽ വേണമെങ്കിൽ, യുവാക്കൾക്ക് തൊഴിൽ വേണമെങ്കിൽ അവർ സഖാക്കന്മാരാകണം എന്ന് ഇന്ന് പൊതു ഇടത്തിൽ വന്ന് രാഹുൽ ഗാന്ധി ഇവിടെ പ്രസംഗിക്കുമ്പോൾ തീർച്ചയായും ഈ കേരളത്തിൻ്റെ നമ്മുടെ അതിർത്തി സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അതിർത്തിയായിട്ടുള്ള നാഗർകോവിലിൽ എന്താണ് സംഭവിക്കുന്നത്? കോൺഗ്രസ്, അതായത് ചെങ്കൊടിയിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചിട്ടാണ് അവിടെ തമിഴ്നാട്ടിൽ വോട്ട് പിടിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ. രാഷ്ട്രീയ മുന്നണി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ കേരളത്തിൽ ഇത്ര പ്രബുദ്ധരായിട്ടുള്ള സാക്ഷരതയുള്ള ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല കേന്ദ്രത്തിൽ അകാലിദൾ നിങ്ങളുടെ സഖ്യകക്ഷിയാണ്. കർഷക പ്രശ്നം വന്നപ്പോൾ അവർ മുന്നണിയിൽ നിന്ന് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ച് പഞ്ചാബിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചില്ലേ? അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ചില്ലേ? ദേശീയ രാഷ്ട്രീയ പ്രശ്നത്തിൽ ആ പ്രതിപക്ഷ സഹകരണമല്ലേ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്? അല്ല ശ്രീ ശരത്, അതിനൊരു മറുപടി എന്ന് പറയുന്നത്, ഇന്ന് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ആകെക്കൂടെ ഇപ്പോൾ മത്സരിക്കാനും ഇല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ആകെക്കൂടെ കേരളം മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ പറയട്ടെ, കേരളം കൂടെ ബാക്കിയുള്ളൂ. പരിഹാസം ഒരു രാഷ്ട്രീയ മറുപടിയാണോ രാഘേന്ദു? അല്ല, പരിഹാസം അല്ല, ഇത് പരിഹാസമായി നിങ്ങൾക്ക് തോന്നരുത്. കാരണം ഇത് സത്യാവസ്ഥയാണ്. കാരണം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടാണ് വയനാട്ടിൽ മത്സരിക്കേണ്ട അവസ്ഥ? രാജ്യം ഭരിക്കുന്ന നിങ്ങളുടെ പാർട്ടി കേരളത്തിൽ ഒരൊറ്റ സീറ്റിലാണ്. ഇത്തവണ ആ സീറ്റ് കൂടി ഉണ്ടാവില്ല, ആ അക്കൗണ്ടും ആ സീറ്റ് ഞങ്ങളിങ്ങ് എടുക്കുമെന്ന് കേരളത്തിൽ മാത്രമെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഇതേ ചർച്ചയിൽ ആനത്തിലോട്ടം ആനന്ദൻ പറഞ്ഞത് അതാണ്. അതുകൂടി ഞങ്ങൾ ഇത്തവണ ഇങ്ങ് എടുക്കുകയാണ് എന്ന് പറയാൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കഴിയുന്നുണ്ട്. ആ കേരളത്തിൽ നിങ്ങൾ ഒന്നാണ്, ഇത്തവണ പൂജ്യമാകുമോ എന്നൊരു പ്രശ്നമുണ്ട്. പരിഹാസം രാഷ്ട്രീയമല്ല. ഞാൻ ഈ പറഞ്ഞത് പരിഹാസം മാത്രമല്ല, ഞാൻ പറഞ്ഞത് പരിഹാസമല്ല. കാരണം അത് നിങ്ങൾക്ക് പരിഹാസമായി തോന്നാം, പക്ഷേ അത് സത്യാവസ്ഥയാണ്. അത് ഈ കേരളത്തിലെ ജനങ്ങൾ കാണുന്ന സത്യാവസ്ഥയാണ്. കാരണം നിങ്ങൾക്ക് രണ്ടുപേരും ഇവിടെ, അതായത് പിണറായി വിജയൻ ആവട്ടെ ഇന്ന് പറയുന്നത് എന്താണ്? രാഹുൽ ഗാന്ധി ഒരു സത്യസന്ധനായിട്ടുള്ള നേതാവാണെന്ന് പിണറായി വിജയൻ ഇന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പുറത്ത് ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയിട്ടും ഇവർ ഒരു മേയോട് കൂടി തന്നെയാണ് അവർ കൃത്യമായി വോട്ട് ചോദിക്കുന്നത്. പക്ഷേ അത് കേരളത്തിൽ
അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ രണ്ട് അതേക്കുറിച്ചാണ് പ്രസ്ഥാനത്തിനും നമ്മൾ നിലനിൽക്കാൻ സംസാരിച്ചത്. സാധിക്കുന്നുള്ളൂ. പക്ഷേ ഈ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ, ഞങ്ങൾ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കൾ BJP-യിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും ആശയം ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് കഴിഞ്ഞ നമുക്കറിയാം പാർലമെന്റ് ഇലക്ഷനിൽ ഒരു സീറ്റ് മാത്രം നേടിക്കൊണ്ട് താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു സീറ്റ് മാത്രം നേടിക്കൊണ്ട് ഇരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആശയം തകർന്നത് കൊണ്ടാണ് ഞങ്ങൾ ആ സമയത്ത് പ്രചരണത്തിന് ഇറങ്ങിയത് കൊണ്ട് മുതിർന്ന നിങ്ങളുടെ സഖാക്കളെല്ലാം പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഇന്ന് കമ്മ്യൂണിസ്റ്റിന്റെ ആശയം ഞങ്ങൾക്ക് തൃപ്തിപ്പെടുന്നില്ല, ആശയത്തിൽ നിന്നും വ്യതിചലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സഖാക്കന്മാർ വോട്ട് ചെയ്യാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. റജി സക്കറിയ ഏതായാലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾക്ക് മറുപടി താങ്കൾക്ക് ഉണ്ടാകും എന്ന് എനിക്കറിയാം. ഒരു ചെറിയ കാര്യം ഞാനൊന്ന് ശ്രീ സുരേഷ് ബാബുവിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന ശേഷം വ്യക്തിപരമായി രാഗേന്ദ് പറഞ്ഞൊരു സെന്റൻസ് കേട്ടോ. താങ്കൾ കോൺഗ്രസ് വിട്ട് കമ്മ്യൂണിസ്റ്റായി ഇനി താങ്കൾ BJP-യിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു BJP കേരളത്തിലുണ്ട്. PM സുരേഷ് ബാബുവിനെയും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു BJP കേരളത്തിലുണ്ട്. റൈറ്റ്, അദ്ദേഹം ശ്രീ സുരേഷ് ബാബു, റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. എന്തോ ചില സാങ്കേതിക പ്രശ്നങ്ങളാണ്. ശ്രീ റജി സക്കറിയ, ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ ഒരു മിനിറ്റ് ഞാൻ കോൺഗ്രസ് വിടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. കോൺഗ്രസ് വിട്ടിട്ടില്ല. വിട്ടാൽ തന്നെ ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്ന പക്ഷം. ഇതാണ് അവര് തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുമെന്ന് ശ്രീ സുരേഷ് ബാബു ഒരു നിമിഷം അദ്ദേഹം അത് ആവർത്തിച്ച് രാഗേന്ദു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്കളെപ്പോൾ ഒരു പൊതുപ്രവർത്തകൻ ആ ക്ഷണത്തെ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ പ്രശ്നം. താങ്കൾ BJP-യിലേക്ക് വരൂ എന്ന നിലയിൽ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, BJP-യിലേക്ക് എന്നെ ക്ഷണിക്കാൻ മാത്രമൊന്നും അവര് BJP-യുടെ ഒരു നേതൃത്വത്തിലേക്ക് എത്തി എന്ന് ഞാൻ അല്ലല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ താങ്കളെ സ്വീകരിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും എല്ലാ നേതാക്കളെയും എല്ലാ സഖാക്കളെയും എല്ലാ ക്ഷണിക്കുന്നു എന്നാ പറഞ്ഞത്. ശ്രീ സുരേഷ് ബാബു പൂർത്തിയാക്കട്ടെ. ഒരു നിമിഷം ഓരോരുത്തരായി അദ്ദേഹം പൂർത്തിയാക്കട്ടെ, അദ്ദേഹത്തിന്റെ അവസരമല്ലേ. അല്ല, ഞാൻ എൻ്റെ നിലപാടൊക്കെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ഇന്നും ഇന്നലെയും പറയുന്ന നിലപാടുകളല്ല. ശരത്ത് ഇരിക്കുന്ന ചർച്ചകളിലൊക്കെ എൻ്റെ നിലപാടുകളെ കുറിച്ച് ഒരു സൂക്ഷ്മമായ അങ്ങയുടെ ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ നിലപാടുകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ആ നിലപാടുകളിൽ എനിക്ക് വിഷമം തോന്നുന്നത് സലീമിൻ്റെ പ്രതികരണങ്ങൾ മാത്രമാണ്. ബാക്കി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിനെ കുറിച്ച് സാന്ദർഭികമായി അതൊരു സീരിയസ് ഡിസ്കഷൻ പോലും അല്ല എന്ന് എനിക്കും അറിയാം. ഞാനത് സാന്ദർഭികമായി അദ്ദേഹം അത് പറഞ്ഞതുകൊണ്ട് അങ്ങോട്ടേക്ക് ഒന്ന് ശ്രദ്ധ ക്ഷണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ശ്രീ സലീമിനോട് കൂടി പറയുകയാണ്, ഈ കോൺഗ്രസിനകത്ത് ദേശീയ തലത്തിലടക്കം സംഘടനാപരമായ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ പോലും കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ ജനാധിപത്യപരമായി എങ്ങനെ ചർച്ചകളിൽ നിലപാടുകൾ എടുക്കാം. ഇന്ന് ശ്രീ സുരേഷ് ബാബു അത് പറയുമ്പോൾ അതേ സുരേഷ് ബാബു അതേ ആർജവത്തോടു കൂടി രാഷ്ട്രീയ നയങ്ങൾ പറയുന്ന, നമ്മളൊക്കെ ആദരിക്കുന്ന നിലയിൽ അദ്ദേഹം ചർച്ചകളിൽ, എനിക്കത് പറയാനും മടിയില്ല, നിലപാടുകൾ വളരെ ജനാധിപത്യപരമായി പറയാവുന്നതിനുള്ളിൽ നിന്നുകൊണ്ട് പറയുന്നത് നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശ്രീ റജി സക്കറി, ഇതോടൊപ്പം ഒരു വിഷയം കൂടിയുണ്ട്. പത്രിക തള്ളിച്ച് കോൺഗ്രസ് BJP സഹകരണം എന്നൊരു പ്രശ്നം, അതൊരു ഒത്തുകളിയാണ് എന്ന നല്ല സംശയമുണ്ട് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത്. പക്ഷേ ഒരു പ്രശ്നം, ഈ കോലീബിയൊക്കെ പറയുന്നത് പോലെ ഒരു പഴയ ഒത്തുകളി അതേപടി ഇക്കാലത്ത് സാധ്യമാണോ എന്നൊരു പ്രശ്നം നമ്മുടെ മുമ്പിലില്ലേ? പരസ്പര സഹായം, ഡീല്, അതെങ്ങനെ വരുമെന്നാണ് താങ്കളെപ്പോലെ ഒരാൾ ഇപ്പോൾ നിരീക്ഷിക്കുന്നത്? ചില മണ്ഡലങ്ങളെങ്കിലും വെച്ച് ഇപ്പോഴത്തെ ഈ അവസ്ഥയെക്കുറിച്ചൊന്ന് പറയാമോ? CPM-ന്റെ സംശയം. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്നും അറിയാതെ പറയുന്നയാളല്ല. അദ്ദേഹത്തിന് വ്യക്തമായി ഇക്കാര്യങ്ങളെ പറ്റി ആവശ്യമില്ലാതെ ഒരു കാര്യവും പറയാതെ വളരെ വ്യക്തതയോടുകൂടി തന്നെ ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഇപ്പോൾ മനസ്സിലാകുന്നതുമാണ്. അന്ന് കോലീബി സഖ്യം പോലെയുള്ള ഒരു കാലഘട്ടമല്ല. ഇന്ന് ഡീലിന് മറ്റു പല വഴികളും കണ്ടുപിടിക്കാൻ കഴിവുള്ള ശാസ്ത്രീയമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് BJP-യുടെയും കോൺഗ്രസിൻ്റെയും കേരളത്തിൽ തലപ്പത്തിരിക്കുന്നവരെന്ന് കഴിഞ്ഞ 5 വർഷത്തെ ഓരോ അനുഭവങ്ങളും നമുക്ക് വ്യക്തമാണ്. സമരങ്ങളിലും ഗവൺമെൻറ് നടത്തുന്ന പ്രക്ഷോഭങ്ങളിലുമെല്ലാം കൈകോർത്തു പിടിച്ച് ഒരേ തൂവൽ പക്ഷികളെ പോലെ കടന്നുപോയ 5 വർഷമാണ് ഇവിടെ നാം കണ്ടത്. അവർക്ക് ഇത്തരം കൂട്ടുകെട്ടിന് യാതൊരു മടിയുമില്ല. അതിന് ഏതറ്റം വരെയും അവർ പോകും. അതിന് ആദർശത്തിൻ്റെ പേര് പറഞ്ഞ് കള്ളൻ വരുന്നു എന്ന് പറഞ്ഞിട്ട്
യഥാർത്ഥ കള്ളന്മാർ രക്ഷപ്പെടുകയും ജനങ്ങളുടെ മുമ്പിൽ അവർ മാന്യത ചമയുകയും ചെയ്യുന്ന അനുഭവങ്ങളാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നും എല്ലാ കാലത്തും ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല എന്നത് അവർക്കും ഇപ്പം ബോധ്യമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 സീറ്റുകളിൽ അവരുടെ പത്രിക, നാമനിർദ്ദേശ പത്രിക തന്നെ തള്ളിച്ചുകൊണ്ട് ആരും ഇപ്പോൾ ഒറ്റ നോട്ടത്തിനൊരു കുറ്റം പറയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, തലശ്ശേരിയിലാണെങ്കിലും അതുപോലെ ഗുരുവായൂരിലൊക്കെ ആണെങ്കിലും 10,000-കണക്കിന് 30,000-ലേറെയും 20,000-ലേറെയും വോട്ടിനാണ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ അവിടെ ജയിച്ചത്. അവിടെ ഏതെങ്കിലും BJP-യുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാൻ സാധാരണഗതിയിൽ ഇടതുപക്ഷത്തിന് കഴിയുകയുമില്ല. ഇടതുപക്ഷം ആ വഴിക്ക് പോവുകയുമില്ല. ഇതപര്യന്തമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ CPIM-ന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഈ തോറ്റുപോകുന്നെങ്കിൽ, സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഞങ്ങൾ തോക്കുന്നെങ്കിൽ തോക്കട്ടെ, പക്ഷേ ഞങ്ങൾക്ക് BJP-യുടെയോ RSSന്റെയോ വോട്ട് വേണ്ട എന്ന് സുവ്യക്തമായി പറയുവാൻ കഴിയുന്ന രാഷ്ട്രീയമാണ് ഈ കേരളത്തിലെ CPM-ഉം ഇടതുപക്ഷവും കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ പറ്റി BJP-യുടെ സഹോദരി പറയുന്നത് കേട്ടു. ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ ആശയത്തിൽ നിന്നും ആദർശത്തിൽ നിന്നും വ്യതിചലിച്ചുവെന്ന്. അതൊക്കെ വെറുതെ സ്വപ്നം കാണുന്നതാണ്. അങ്ങനെയൊന്നും ആ കാര്യം പറയണ്ട. അതുപോലെ മുതലാളിത്ത വിരുദ്ധ പ്രവർത്തനങ്ങൾ, അതാണ് മുതലാളിത്ത വഴിയിലേക്ക് CPM പോവുകയാണ് എന്ന് പറയുന്നത്. ആരാ പറയുന്നത്? ഈ ഇന്ത്യയിൽ ഇനിയും വല്ലതും സ്വകാര്യവൽക്കരിക്കാനുണ്ടോ? കോർപ്പറേറ്റുകൾക്ക് അടിയറ വെക്കാനുണ്ടോ? ഈ രാജ്യം തന്നെ അവരുടെ കാൽ കീഴിൽ വെച്ചുകൊണ്ട് മുതലാളിത്തത്തിന്റെ വിനീത വിധേയന്മാരും ദാസന്മാരുമായി നിൽക്കുന്ന BJP-യുടെ വക്താവ് യാതൊരു സത്യസന്ധതയും ഇല്ലാതെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്ത തരത്തിൽ ഈ ചർച്ചയിൽ വർത്തമാനം പറയുമ്പോൾ അത് വല്ലാതെ ഞങ്ങളെ ആശങ്കപ്പെടുത്തുകയാണ്, ആശ്ചര്യപ്പെടുത്തുകയാണ്. ആ തരത്തിലേക്കൊന്നും ഒരു ചർച്ചയിൽ പോകുമ്പോൾ ഇടതുപക്ഷത്തെ മുതലാളിത്തത്തിന്റെ പാദസേവകരെന്നും അവരുടെ അപ്പോസ്തലന്മാരെന്നും പറഞ്ഞ് അവതരിപ്പിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയുമില്ല. ഇവിടെ ഇപ്പം വളരെ വ്യക്തമാണ്, കോൺഗ്രസിന്റെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തലമുതിർന്ന പരിണതപ്രജ്ഞരായ നല്ല നേതാക്കന്മാരൊക്കെ പോയാലും ശരി, ഞങ്ങൾക്ക് BJP-യുമായി ചില അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കണം, അതിന് കഴിയുന്ന തരത്തിൽ കുറെ സ്ഥാനാർത്ഥികളെ നിർത്തണം, ആ തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡീലിന് പറ്റിയ ഒരു അന്തരീക്ഷം, സാഹചര്യം ഇവിടെ സൃഷ്ടിക്കണം. അതാണ് ഇപ്പം കോൺഗ്രസ് ഇവിടെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഭാവിയിൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന ഈ അവസ്ഥ വളരെ മോശകരമാണ്. ഒരു കാര്യം കൂടെ, ഒരു കാര്യം കൂടെ, ഈ കേരളത്തിൽ മാത്രമേ ഇടതുപക്ഷമുള്ളൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളൂ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കരുത്. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന കർഷക പോരാട്ടങ്ങൾ, തൊഴിലാളി പോരാട്ടങ്ങൾ, അതിൻ്റെയൊക്കെ മുൻനിരയിൽ നിന്നുകൊണ്ട് അധികാരം ഞങ്ങൾക്കില്ലായിരിക്കും, പക്ഷെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇന്ന് BJP ഉയർത്തുന്ന കോർപ്പറേറ്റ് വൽക്കരണത്തിനും ആഗോളവൽക്കരണ നിലപാടുകൾക്കുമെതിരെ നിലപാടെടുക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ആർക്കാണ് അത് പറയാൻ കഴിയുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ BJP രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന ഫാസിസ്റ്റ് നിലപാടുകളുടെ മുമ്പിൽ മുട്ടുമടക്കാതെ JNU-വിലടക്കം രാജ്യദ്രോഹികളെന്ന് പറഞ്ഞ് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ നേതാക്കന്മാരെ കൽത്തൂറിൽ അടയ്ക്കുമ്പോൾ അവർ നിങ്ങളുടെ എല്ലാ ഫാസിസ്റ്റ് നയങ്ങൾക്കുമെതിരെ ഐഷി ഘോഷിനെ പോലുള്ള കുട്ടികൾ കൽക്കട്ടയിൽ ഈ സമരഭൂമിയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ പാർലമെന്ററി സമരഭൂമിയിലേക്ക് കടന്നു വരുന്ന ആവേശകരമായ അനുഭവമുണ്ട്. അല്ലാതെ ഇന്ത്യയിലെ ഇടതുപക്ഷം അങ്ങനെ ദുർബലപ്പെട്ടുവെന്നൊന്നും ആഹ്ലാദിക്കേണ്ട. അങ്ങനെ ദുർബലപ്പെടുകയില്ല, കരുത്തോടെ തന്നെ മുന്നോട്ട് വരും. ശരി, ഞാൻ BJP പ്രതിനിധിയിലേക്ക് ശ്രീമതി രാഘേന്ദുവിലേക്ക് വരും മുമ്പ് ശ്രീ PS സലീമിലേക്ക്. ശ്രീ സലീം, ഇപ്പോൾ ഞാൻ ഈ 3 മണ്ഡലങ്ങളിൽ BJP-യുടെ സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിപ്പോയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള 3 കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ നേമത്ത് കഴിഞ്ഞ തവണയുണ്ടായ സഹായത്തിൻ്റെ പ്രതിഫലനം അനുബന്ധമായി തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിൽ ലഭിച്ചു. അതൊരു വലിയ വിചാരവും ബോധ്യവുമായി ഇന്നും കേരളത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ നിയമത്തിൻ്റെ കാര്യത്തിലെ വലിയ തകർച്ചയിൽ ഒരു അന്വേഷണം നടത്തി പാർട്ടി കോൺഗ്രസ്. ആ അന്വേഷണ കമ്മീഷൻ എന്ത് വസ്തുനിഷ്ഠമായ നടപടികളിലേക്ക് പോയി എന്ന സംശയം ഇന്നും ആളുകളുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി ചേർത്ത് പരിശോധിച്ചാലാണ് 3 മണ്ഡലങ്ങൾ, ആ 3 മണ്ഡലങ്ങളും CPM-ൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളിയുടെ സ്ഥാനാർത്ഥി ഇല്ലാതാവുമ്പോൾ UDF-നുണ്ടാകുന്ന വളരെ വലിയ ആശ്വാസം എന്ന നിലയ്ക്കുള്ള നിങ്ങളുടെ ചിന്ത, അത് വളരെ നിഷ്കളങ്കമായി കാണാനാവാത്ത വിധം ഒരു ഒത്തുകളി ഇക്കാര്യത്തിലുണ്ട് എന്ന് മുഖ്യമന്ത്രി ഇന്ന് സംശയിച്ചതും പറഞ്ഞതും. ശ്രീ സലീം. ശരത്ത് പറഞ്ഞ കാര്യവും റജി സക്കറിയ പറഞ്ഞ കാര്യത്തിനും 2 മറുപടികളുണ്ട്. ഒന്ന്, നിങ്ങൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യത്തിന് K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി അതിന് എല്ലാ സംശയങ്ങളും മാറിയിട്ടുണ്ട്. ഈ കള്ളപ്രചരണങ്ങൾക്കുള്ള ഏറ്റവും അതിശക്തമായ തീരുമാനമായി K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം. അവിടെ
സംഘപരിവാറിനെ പരാജയപ്പെടുത്താൻ പോകുന്നത് കെ മുരളീധരനാണെന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമാവുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ഈ രജി സക്കറിയ ഒരു സംശയവും വേണ്ട, നേമത്ത് വിജയിച്ച BJP-യുടെ കേരളത്തിലെ ആദ്യത്തെ MLA ഒ രാജഗോപാലിന്റെ ഇന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പിണറായി വിജയൻ ആർജവമുള്ള നേതാവാണെന്ന് ഉൾപ്പെടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ ഒ രാജഗോപാൽ പ്രകീർത്തിച്ചിരിക്കുന്നത്. എന്റെ സഹോദരി രാഗേന്ദ്ര പോലും ഈ ചർച്ചയിൽ ഓർത്തില്ല, സാരമില്ല. ഈ രണ്ടാമത്തെ കാര്യം, ഈ 3 മണ്ഡലങ്ങളിലെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് തലശ്ശേരിയിൽ, ഗുരുവായൂരിൽ, മൂന്നാറിൽ ഈ 3 മണ്ഡലങ്ങളിൽ ഈ പത്രിക തള്ളിയിട്ടുണ്ടെങ്കിൽ അത് BJP സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം ഉണ്ടാവാതിരിക്കാൻ കൃത്യമായി ആ പത്രികയിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചത് കോൺഗ്രസും UDF-ഉമാണ്. ഹൈക്കോടതിയിൽ തലശ്ശേരിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ഹൈക്കോടതിയിൽ പോയപ്പോൾ തടസ്സവാദവുമായി എത്തിയത്. ഞങ്ങൾ BJP-യുമായി പോരാട്ടമാണ്, അവരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ നിയമമടക്കമുള്ള മണ്ഡലങ്ങളിൽ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാതിരിക്കാനുള്ള തീവ്രമായ ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. ഇതൊക്കെ ഒരു വശത്തുകൂടി പറയുമ്പോഴും രജി സക്കറിയ നിങ്ങൾ ഓർക്കണം, കേരളത്തിൽ നിങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട നിലപാട് നിങ്ങൾ സ്വീകരിച്ചത് കേരളത്തിൽ BJP-ക്ക് ഒരു സ്പേസ് മനഃപൂർവ്വമായി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബോധപൂർവം നിങ്ങൾ ചെയ്തതാണ്. പക്ഷേ അത് നിങ്ങൾക്ക് പരാജയപ്പെട്ടു എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ശരത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇവിടെ രജി സക്കറിയ ഒരു കാര്യം സൂചിപ്പിച്ചു. ഇവിടെ കോൺഗ്രസ് വിട്ടുവരുന്ന ആളുകളുടെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ ഞാൻ അതേക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, വയനാട്ടിൽ നിന്ന് റോസക്കുട്ടി ടീച്ചർ CPM-ലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനൊരു ത്യാഗസ്വരൂപമായി ചരിത്ര പശ്ചാത്തലമുണ്ടെന്നുള്ള എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ രജി സക്കറിയ പറയുന്നുണ്ടെങ്കിൽ ഞാൻ കേരളത്തിലെ CPM നേതാക്കന്മാരുടെ പ്രസ്താവന അങ്ങേക്ക് ഇപ്പോൾ അയച്ചു തരാം. വയനാട്ടിൽ റോസക്കുട്ടി ടീച്ചറുടെ സാന്നിധ്യം വയനാട്ടിലെ കോൺഗ്രസിന് സ്പിരിറ്റിന്റെ മണം കൊടുക്കുന്നു എന്ന് പറഞ്ഞ കോൺഗ്രസ് CPM നേതാക്കന്മാര് ഈ റോസക്കുട്ടി ടീച്ചർക്കെതിരായി അവർ സ്പിരിറ്റ് ലോബിയുടെ ആളാണെന്ന് ആരോപണം ഉന്നയിച്ച, ഇവിടെ സുരേഷ് ബാബു ഉൾപ്പെടെ അറിയാതെ ആ ആരോപണം ഉന്നയിച്ച് നിങ്ങൾ തന്നെയാണ് റോസക്കുട്ടി ടീച്ചറെ ഗ്ലോറിഫൈ തിരിച്ചെടുക്കൂ. ആ പറഞ്ഞതിനൊന്ന് തിരിച്ചിടൂ. അതായത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു രാഷ്ട്രീയ വിമർശനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് അംഗീകരിച്ചാൽ തന്നെ ആ ഇടതുപക്ഷത്തോടൊപ്പം റോസക്കുട്ടി ടീച്ചർ ആഗ്രഹിക്കുന്നത്. ഇടതുപക്ഷം പോയി ക്ഷണിക്കില്ല. ഇവരെല്ലാം ആ നിലയിൽ ഇടതുപക്ഷമാണ് ശരിയെന്നും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാമെന്ന് ആഗ്രഹിക്കുന്നു എന്നതാണ് സലിമിനെ പോലുള്ളവർ കാണേണ്ടത്. അതല്ല ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ്, എനിക്ക് 1 മിനിറ്റ് കൂടി തന്നാൽ മതി. അതല്ല പ്രശ്നം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് മത്സരിച്ചയാളാണ് രജി സക്കറിയ. രജി സക്കറിയ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പരാജയപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ രജി സക്കറിയക്ക് CPM സീറ്റ് നൽകിയില്ല. രജി സക്കറിയ ഈ ചാനൽ ചർച്ചയിൽ അതിശക്തമായി അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി ശക്തമായി വാദിക്കുന്നുണ്ട്. ഒരു ചോദ്യം, നിങ്ങൾ പറഞ്ഞ ലതിക സുഭാഷിന് വേണ്ടി നിങ്ങൾ പറഞ്ഞ റോസക്കുട്ടി ടീച്ചറുണ്ട്, ഇവരൊക്കെ ശ്രീ PM സുരേഷ് ബാബു അടക്കമുള്ള ഇവരെല്ലാവരും മത്സരിച്ചവരും ജയിച്ചവരും ഒക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, രജി സക്കറിയക്ക് CPM സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവിടെ അവര് രജി സക്കറിയയെ അപമാനിച്ചതായിട്ട് രജി സക്കറിയക്കോ എനിക്കോ പരാതിയില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ നമ്മുടെ ഈ സമയത്തെ ഒന്ന് ക്രമീകരിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ശ്രീ രജി സക്കറിയ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇതിൽ മാത്രം താങ്കളുടെ ഒരു മറുപടി എന്താണ്? നിയമത്തിന്റെ ബോധ്യം അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ. നിയമത്തെ ബോധ്യം മുരളീധരനെ നിർത്തിയതോടുകൂടി കാര്യങ്ങളെല്ലാം അവരുടെ വഴിക്കായി കഴിഞ്ഞു. അതുപോലെ തന്നെ ചില താരതമ്യങ്ങൾ മുന്നോട്ട് വെച്ചതുകൂടി ഒന്ന് ചുരുക്കി വേണം. ഒരിക്കലുമില്ല. മുരളീധരൻ നിയമത്ത് മത്സരിക്കുന്നു എന്നതുകൊണ്ടൊന്നും ഈ ഏതെങ്കിലും തരത്തിൽ BJP-യുടെ അവിടുത്തെ ഏതെങ്കിലും മുന്നേറ്റത്തിന് തടസ്സമുണ്ടാക്കാനാവുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അവിടെ ഇടതുപക്ഷം വിജയിക്കാൻ പോകുന്ന ഒരു നല്ല സാഹചര്യം അവിടെ ഉണ്ട്. അതിന് ബോധപൂർവം തടയിടാൻ എന്തെങ്കിലും കഴിയുമോ എന്നുള്ള കോൺഗ്രസിന്റെ ഡീലിന്റെ ഭാഗം തന്നെയാണ് മുരളീധരനെ അവിടെ അവതരിപ്പിച്ചത്.
ശ്രീ സലീമും ഞാനും ഒക്കെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ കാലഘട്ടം മുതൽ തന്നെ അത് ഒരു കാര്യം പറയാം, ആ കാലഘട്ടം തൊട്ട് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ കാലത്തിൽ നിന്ന് ഒത്തിരി മാറി ഇന്ന് കോൺഗ്രസ് സലീമെ ഒത്തിരി മാറി. കോൺഗ്രസ് ഇപ്പോൾ BJPക്ക് ചില അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ അവസരം കൊടുത്ത് തങ്ങൾക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാമോ മാത്രം നോക്കുകയാണ്. അതിന് ആദർശത്തിന്റെയോ ഏതെങ്കിലും നിലപാടുകളുടെയോ ഒരു പരിസരം കോൺഗ്രസിനെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ നേമത്ത് മുരളീധരനെ അങ്ങനെ ജയിപ്പിക്കാൻ വേണ്ടി ജയിക്കുമെന്ന് ഉറപ്പായി നിർത്തിയിരിക്കുമായിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹം MP സ്ഥാനം രാജിവെച്ചിട്ട് നിൽക്കണമായിരുന്നു. ഇത്ര ശക്തനാണ്. അത് നമ്മൾ ഒരുപാട് ചർച്ചകളിൽ ഞാൻ വരാം. നമ്മുടെ ഒരു സമയത്തെ ഒന്ന് ക്രമീകരിക്കുന്നത് നേരത്തെ തന്നെ ഉയർത്തിയ CPM-ന്റെ ഒരു സ്റ്റാൻഡാണ് അക്കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ രാജിവെച്ച് മുരളീധരൻ മത്സരിച്ചുകൂടെ? ഇവിടെ രാഗേന്ദു, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അമിത്ഷാ തലശ്ശേരിയിലേക്ക് വരാനിരുന്നതാണ് പ്രചരണത്തിന്. അമിത്ഷായുടെ പരിപാടി പിൻവലിക്കേണ്ടി വന്നു, കാരണം നിങ്ങൾക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നൊരു സാഹചര്യമാണ്. ഇത് കൃത്യമായ ഒരു ഒത്തുകളിയുടെ പശ്ചാത്തലത്തിൽ സംഭവിക്കുന്നതാണ് എന്ന് തന്നെ ഗൗരവമായ രാഷ്ട്രീയ വിമർശനം നിങ്ങൾക്കുമേൽ ഉയരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടി താങ്കളുടെ മുമ്പിലേക്ക് വെക്കാം. ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു വാർത്തയാണെന്ന് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ നൽകിയത് തെറ്റായ വിവരങ്ങളാണ് എന്ന് സർവകലാശാല രേഖകൾ വരുന്നു. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുടെ സ്ഥാനത്ത് കാണിച്ചത് വ്യാജ വിദ്യാഭ്യാസ യോഗ്യതയാണ്. അദ്ദേഹം ഡിഗ്രി BSc മറ്റുമായിരുന്നു, അത് വിജയിച്ചിട്ടില്ല, ഫെയിൽഡ് ആണ് എന്നാണ്. പക്ഷേ ഡിഗ്രി ആണ് എന്ന് കാണിച്ച് 87-90 ബാച്ചിൽ സയൻസ് ബിരുദം നേടിയെന്നാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. എന്നാൽ സുരേന്ദ്രൻ 87-90 ബാച്ചിൽ പരീക്ഷ പാസ്സായിട്ടില്ല എന്നാണ് സർവകലാശാല രേഖകൾ ചൂണ്ടിക്കാട്ടുന്നതും. ഇതുവരെ പക്ഷേ BJP അതേക്കുറിച്ച് പ്രതികരിച്ചും കാണുന്നില്ല. രാഗേന്ദു, ഭാരതീയ ജനതാ പാർട്ടി ഇല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യം NDA ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത് മത്സരിച്ച് ജയിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അതിൽ നിസ്സഹായമായി പറയാം, 3 മണ്ഡലങ്ങളുടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികയിൽ പിശക് വന്നിട്ടുണ്ട്. ആ പത്രികകൾ തള്ളി ഞങ്ങൾ കോടതിയെ സമീപിച്ചു. പക്ഷേ അവിടെ നിന്നും നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള ഒരു അതായത് മത്സരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഈ 140 മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഇല്ലെങ്കിൽ NDA നിർത്തിയിട്ടുള്ള ഓരോ സ്ഥാനാർത്ഥികളും, നിങ്ങൾക്ക് ആ 140 മണ്ഡലങ്ങളിലെയും ഓരോ സ്ഥാനാർത്ഥികളും മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ അഡ്ജസ്റ്റ്മെന്റ് നടത്താനല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോൺഗ്രസിന് ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനായിട്ട് അവസാന നിമിഷം വരെ ഞാൻ പറയട്ടെ ഞങ്ങളുടെ CKP എന്ന് പറയുന്ന ഞങ്ങളുടെ മുതിർന്ന നേതാവായിട്ടുള്ള CK പത്മനാഭൻ അവர்களാണ് ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കുന്നത്. പക്ഷേ അവസാന നിമിഷം വരെ മത്സരിക്കാൻ, അതായത് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ കോൺഗ്രസിൽ ഒരു സ്ഥാനാർത്ഥിയില്ല. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്, ഞങ്ങൾ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ, അത് ഏത് എതിർ സ്ഥാനാർത്ഥികൾ ആരുമായിക്കൊള്ളട്ടെ, ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ എന്തായാലും ശക്തരാണ്. അവർ മത്സരിച്ച് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അവിടെ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. രണ്ടാമത്തെ കാര്യം, പക്ഷേ ഈ മണ്ഡലങ്ങളിൽ ഇതിന്റെ ആശ്വാസം UDF-നല്ലേ ലഭിക്കുക? അവിടെയാണ് സംശയങ്ങൾ. അതൊരു നോമിനേഷൻ പോലും പൂരിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്നത്. ഇപ്പോൾ നേതൃത്വം കൃത്യമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിന് ഉടനെ ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നു. അതോടൊപ്പം ഇവിടെ നേരത്തെ നമ്മുടെ PS സലീം, റജി സക്കറിയ, അദ്ദേഹം നേരത്തെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. അതായത് എന്താണ്, ഏത് സഖാക്കന്മാരാണ് അല്ലെങ്കിൽ ഏത് നേതാക്കളാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആശയത്തെക്കുറിച്ച് മോശമായി പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം താങ്കളോട് ചോദിക്കാം. എന്തുകൊണ്ടാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനെ മാറ്റാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ്? കാരണം താങ്കൾ ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആശയത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കുന്നത്? ശബരിമല കാലത്ത് ആ കാലത്ത് അപജയം ഉണ്ടായി ഏതോ നേതാവ് പറഞ്ഞു എന്ന് പറഞ്ഞാണ് റെജി കൗണ്ടർ ചെയ്തത്. ഞാൻ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആശയത്തിൽ നിന്നും നിങ്ങൾ വ്യതിചലിച്ചു. ഇപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞു, മുതലാളിത്ത പ്രസ്ഥാനം നിങ്ങൾ മുതലാളിത്ത പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു എന്നതിനുള്ള മറുപടിയാണ് അദ്ദേഹം തന്നത്. എന്തുകൊണ്ടാണ് കോടിയേരി അതല്ല രാഗേന്ദു, നിങ്ങൾ പറഞ്ഞു ഏതോ നേതാവ് അങ്ങനെ പറഞ്ഞു. മുതിർന്ന സഖാക്കൾ, ഞാൻ പറയട്ടെ, ഞാൻ പ്രചരണത്തിന് ഇറങ്ങിയപ്പോൾ മുതിർന്ന സഖാക്കൾ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. മുതിർന്ന സഖാക്കൾ, തലമുതിർന്ന സഖാക്കൾ പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആശയത്തിൽ നിന്ന് ചലിച്ചു തുടങ്ങി, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവരുണ്ട്. രാഗേന്ദുവിന് ഈ അനുഭവം ഉണ്ടായത് കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ട് അന്വേഷിച്ച് അല്ലെങ്കിൽ വോട്ട് പിടിക്കാൻ നടന്നപ്പോഴാണോ? അല്ല, ഇലക്ഷൻ നടന്നത് പാർലമെന്റ് ഇലക്ഷനിലും, പ്രധാനമായും പാർലമെന്റ് ഇലക്ഷൻ 2019 പാർലമെന്റ് ഇലക്ഷൻ പോയപ്പോഴാണ് ഞാൻ ഇത് പറഞ്ഞത്. അപ്പോൾ തിരുവനന്തപുരത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർക്ക് ഈ അഭിപ്രായം മാറിയിട്ടുണ്ടാകുമോ?
ഇല്ല, മാറിയിട്ടുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, ഉണ്ടാകുമോ എന്നാ എന്റെ ഇല്ല, ചോദ്യം. ഉണ്ടാകില്ല. കാരണം ആശയത്തിൽ നിന്ന് മാറി. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. എന്തുകൊണ്ടാണ് മുൻ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനെ മാറ്റാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇവർ സമ്മേളനങ്ങളിൽ പ്രമേയം പാസ്സാക്കുമ്പോൾ ആ പ്രമേയത്തിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്റെ ഒരു ചോദ്യം. രാഗേന്ദു, ഇതിനോടൊപ്പം താങ്കളുടെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് ഒരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. BJP-ക്കാർ ആരും മറുപടി പറഞ്ഞു ഇതുവരെ കണ്ടില്ല. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച് രേഖകൾ ഉയർത്തുന്ന ഒരു വലിയ ചോദ്യവും സംശയവും അക്കാര്യത്തിലുണ്ട്. അല്ല, അത് ഞാൻ പറയാം. ആദ്യമായിട്ടല്ല അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പരാതി നൽകാവുന്നത് തന്നെ. അതിന് മറുപടി അല്ലെങ്കിൽ അതിനുള്ള നടപടി എന്താണെന്ന് കൃത്യമായിട്ടുള്ള തെളിവ് എന്റെ കയ്യിലില്ല. കാരണം നിങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് നിശ്ചയിക്കേണ്ടത്. നിങ്ങൾ അതിനാണെങ്കിൽ പരാതി കൊടുക്കുക, ആരാണെങ്കിലും. അത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ താങ്കൾക്കില്ല എന്ന് പറയുന്നത് ന്യായമായ വിശദീകരണമാണ്. കാരണം ഈ ചർച്ചയുടെ സാന്ദർഭികമായി അത് ഉയർന്നു വന്നതാണ്. ശ്രീ PM സുരേഷ് ബാബു, അവസാനമായി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ വേറൊന്നുമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ടതാണ്, നേമത്തെ കഴിഞ്ഞ തവണത്തേതടക്കമുള്ള വലിയ പരാജയത്തിൽ അത് അന്വേഷിക്കാൻ പാർട്ടി ചില സംവിധാനങ്ങൾ അന്ന് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. ഒരുപാട് അന്വേഷണ കമ്മീഷനുകളുണ്ട്. അതെല്ലാം ഇങ്ങനെ ഒന്നും വെളിച്ചം കാണാതെ നടപടികളില്ലാതെ പോയതുണ്ട്. നേമത്തെ പരാജയം പരിശോധിക്കാൻ സംവിധാനങ്ങൾ പാർട്ടി ഏർപ്പെടുത്തിയിരുന്നോ? അതിൽ എന്തെങ്കിലും ഗൗരവം കോൺഗ്രസ് പാർട്ടി തുടർന്ന് അങ്ങോട്ട് കാട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ വീണ്ടും അത്തരം ചർച്ചകളൊക്കെ വരുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചു എന്ന് മാത്രം. അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് അന്വേഷണ കമ്മീഷനെ നയിച്ച ആളാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത്. അന്ന് പിന്നെ ശ്രീമൻ ഡീൻ കുര്യാക്കോസ് പാർലമെൻറ്റിൽ തോറ്റ സമയത്തുള്ള അതിൻ്റെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ അന്വേഷണങ്ങൾ, ഒന്ന് രണ്ട് അന്വേഷണങ്ങൾ നടത്തി റിപ്പോർട്ട് കൊടുത്തതിൻ്റെ ദുരന്ത ഫലവും കൂടിയാണ് വ്യക്തിപരമായി ഞാൻ ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ ഒരു കാരണം. അത് സ്വകാര്യമായിരുന്നോട്ട് അത് സലീമിനറിയാം. അതിൻ്റെ ശത്രുത അല്ലേ എന്താണെന്നുള്ളതൊക്കെ സലീമിന്, അതിൻ്റെ ശത്രുത ആണ് ഞാനിന്ന് അനുഭവിക്കുന്നത് എന്നുള്ളത് സലീമിനറിയാം. അത് അവിടെ നിന്നോട്ടെ. അപ്പോൾ നിയമത്തിൻ്റെ കാര്യത്തിൽ അന്വേഷണ കമ്മീഷൻ എന്ത് തീരുമാനമെടുത്തു എന്നോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായിരുന്നോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായ അറിവില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ ശക്തനല്ല. പക്ഷേ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചെറു പ്രതികരണം, ഡീല് എന്നത് സംബന്ധിച്ച് 3 സീറ്റുകളിൽ BJP-ക്ക് സ്ഥാനാർത്ഥി ഇല്ലാതാവുന്നു, അതുമായി ബന്ധപ്പെട്ട ഒരു ഒത്തുകളി എന്ന ഗൗരവമുള്ള വിമർശനം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നു. താങ്കളെപ്പോലെ ഒരു നേതാവ് വിലയിരുത്തുന്നത് എന്താണ്? ഇത്തരം ഒരു പുതിയ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുമ്പോൾ ഒരു ചെറിയ റിയാക്ഷൻ താങ്കളുടെ ഭാഗത്ത്. ഒരു ഇടത്തോ മറ്റോ ആണെങ്കിൽ അതൊരു അബദ്ധമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. 3 ഇടത്തൊക്കെ വന്നപ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു തരത്തിൽ ഡീലെന്നൊന്നും ഞാൻ പറയില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു രഹസ്യ ധാരണകൾ ഉണ്ടായിട്ടുണ്ടാകാം എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റില്ല. മുൻപും അത്തരം സാങ്കേതികമാണ് ചില കാര്യങ്ങൾ. മുൻപും അത്തരം രഹസ്യധാരണകൾ ചില മണ്ഡലങ്ങൾ വെച്ചും കൈമാറിയും ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് കോൺഗ്രസും BJP-യും തമ്മിൽ. ആ ആക്ഷേപം താങ്കളും നല്ലതുപോലെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചില പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടാവാം അല്ലേ? അത്തരം ചില പരീക്ഷണങ്ങൾ ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുള്ള ആളാണ്. ഹൈക്കോടതി അത് ഏത് രൂപത്തിൽ ശരിവെച്ചു എങ്കിൽ പോലും ഞാനത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കാണുന്നത്. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതേക്കുറിച്ചല്ലായിരുന്നു സാർ, ഞാൻ അതല്ല ചോദിച്ചത്. ഒപ്പില്ല എന്നുള്ളത് അല്ല. ഒരു കാര്യം പറയാം, ഒരു ഒറ്റ കാര്യം. ഇതിന് ഒരു ഞാൻ ചോദിച്ചത് ഈ രഹസ്യധാരണ ഉണ്ടാവാം എന്ന് താങ്കൾ പറഞ്ഞത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുൻകാലങ്ങളിലും പലപ്പോഴും കേട്ട ഗൗരവമുള്ളൊരാക്ഷേപമാണ്. ഈ മണ്ഡലങ്ങൾ ഒരിടത്ത് സഹായിക്കുക, മറ്റിടത്ത് പ്രത്യുപകാരം കിട്ടുക, ഇത്തരം ചില അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവാം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ശരത്ത്, ഞാൻ അങ്ങനെ രഹസ്യധാരണ ഉണ്ടാവാമെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, ടു ബി ഫ്രാങ്ക് വിത്ത് യു. ഒരിടത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഒരിടത്ത് മറ്റോ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതൊരു കയ്യബദ്ധമാണ് എന്ന് സംശയിക്കാം, കയ്യബദ്ധമായിട്ട് സംശയിക്കാം. പക്ഷെ 2-3 ഇടത്ത് ഒരുമിച്ച് വന്നപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ആരെങ്കിലും ഉന്നയിക്കുകയാണെങ്കിൽ അവരൊക്കെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ശരി, ഞാൻ ആ നിലയിൽ തന്നെ അതിനെ ഭേദഗതി വരുത്തുന്നു. മുൻപും ഇത്തരം ഞാനതിനെ ഹോൾഡ് ചെയ്യുന്നില്ല. യെസ്, മനസ്സിലായി. പക്ഷേ മുൻപും ഇത്തരം ആക്ഷേപങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിനുള്ളിൽ വ്യാപകമായി പലപ്പോഴും പല തെരഞ്ഞെടുപ്പിലും കേട്ടിട്ടുണ്ടല്ലോ. അത് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം KG മാരാരുടെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്.
ശരി. അത് പിന്നെ അതിന് ശേഷവും പിന്നെ ബേപ്പൂരും മറ്റേ വടകര പാർലമെന്റ് സീറ്റും ബേപ്പൂർ അസംബ്ലി സീറ്റിലും ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ. അതിന്റെ മുമ്പേ CPM-ഉം BJP-യും എന്ന് പറഞ്ഞാൽ അന്നത്തെ ജനസംഘവുമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ ഓരോന്നായിട്ടുണ്ട്. അത് കാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണ്. ശ്രീ റജി സക്കറിയ, ഈ പറഞ്ഞ ഒരു പ്രശ്നം അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവമായി ഉയർന്നു വരാനിടയുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമാണോ, അതോ സാന്ദർഭികമായി വന്നു പോകുന്ന ഒന്നായി അവശേഷിക്കുമോ? ഈ പറഞ്ഞ 3 മണ്ഡലങ്ങൾ സ്ഥാനാർത്ഥിയില്ലാത്ത ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ തിരയുന്നു എന്നാണ് BJP പറയുന്നത്. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത്, ഇത് ചൂണ്ടിക്കാട്ടി എന്നാണ് ശ്രീ സലിം പറഞ്ഞു വെച്ചത്. റജി സക്കറിയ എന്തു പറയുന്നു? സ്ഥാനാർത്ഥി ഇല്ലാത്ത 3 മണ്ഡലങ്ങൾ മാത്രമല്ല ശരത്ത്, അതിലുപരി കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇവർ തമ്മിലുള്ള രഹസ്യ ബന്ധങ്ങൾ ശ്രീ സുരേഷ് ബാബു അത്തരത്തിൽ പറഞ്ഞില്ലെങ്കിൽ പോലും രഹസ്യ ധാരണകൾ ഉണ്ടോ എന്ന് സംശയിക്കാനിടയാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്. അത് പക്ഷെ കേരളത്തിലെ മതേതര മനസ്സുകൾ അംഗീകരിക്കില്ല. അങ്ങനെയായിരുന്നെങ്കിൽ എത്രയോ മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇവർക്ക് പരസ്പരം സഹായിച്ച് പല സീറ്റുകളും നേടാമായിരുന്നു. പക്ഷെ ഇവരെത്ര ശ്രമിച്ചാലും കേരളത്തിന്റെ മതേതര മനസ്സുകൾ, അത് കോൺഗ്രസിൽ തന്നെ നിലപാടുള്ള ഒരുപിടി ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ പണി പലയിടത്തും നടക്കാത്തത് എന്ന ബോധ്യമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അത്തരം നിലപാടെടുക്കുന്നത് മനസ്സിലാക്കുന്ന അണികൾ അവരിൽ നിന്നും പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ ശ്രീ സലീമിനടക്കം അറിയാം. കോട്ടയത്തെ അടക്കം അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അത് ഓരോ കണക്ക് തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ വോട്ടിന്റെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ തരത്തിൽ കേരളത്തിന്റെ ജനാധിപത്യ ബോധം ഇത്തരം കൂട്ടുകെട്ടുകളെ അംഗീകരിക്കില്ല. ആദർശമുള്ള കോൺഗ്രസിന്റെ അവശേഷിക്കുന്ന ആളുകളടക്കം അതിനോട് നിലപാടെടുക്കും ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് സുവ്യക്തമാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, വരും ദിവസങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഈ വിഷയങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ ശക്തമായ പ്രതികരണങ്ങൾക്ക് വിധേയമാകാൻ ഇടയുള്ളതാണ്. ഇത്തരം രഹസ്യധാരണകളോ ബന്ധങ്ങളോ ഇല്ല എന്ന് കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വത്തിലേക്ക് കോൺഗ്രസും, ഇല്ല എങ്കിൽ അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വത്തിലേക്ക് കോൺഗ്രസും BJP-യും പോവും. ഇടതുപക്ഷം വളരെ ശക്തമായി തന്നെ ഇതിലെ ചില പോരായ്മകൾ നിരന്തരം ചൂണ്ടിക്കാട്ടി തന്നെ മുന്നോട്ട് പോകാനുള്ള നല്ല സാധ്യതയാണ് രാഷ്ട്രീയമായി കൂടുതൽ ശക്തമായി വരുന്നത്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രതികരണം അക്കാര്യത്തിൽ അത്രമേൽ ശക്തവുമായിരുന്നു. വളരെയധികം നന്ദി ശ്രീ PM സുരേഷ് ബാബു, ശ്രീ റജി സക്കറിയ, ശ്രീ PS സലിം, ശ്രീമതി രാകേന്ദു ഞങ്ങളുമായി സഹകരിച്ചതിനും. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.